നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. മനുഷ്യനും നമ്മുടെ ഈ ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ശക്തമായ ആശയത്തെപ്പറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കേന്ദ്രബിന്ദു ഇതാണ്: അത്യാഗ്രഹത്തിന്റെ നീരാളി. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകരത തോന്നില്ലേ? ഇത് ശരിക്കും ഒരു രൂപകമാണ്, ഒരു മെറ്റഫർ. പ്രകൃതിയുടെ സമ്പത്തിനെ മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തി എങ്ങനെയാണ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണിച്ചു തരുന്ന ഒന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഉപഭോഗ സംസ്കാരത്തിന് പിടിച്ച ഒരു കണ്ണാടി പോലെ. അപ്പോ ഈ പറയുന്ന അത്യാഗ്രഹത്തിന്റെ നീരാളി ഇതങ്ങനൊരു വെറും സങ്കല്പമല്ല കേട്ടോ. വളരെ യഥാർത്ഥമായ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെ നമ്മുടെ കൺമുന്നിൽ വരച്ചു കാണിക്കാനുള്ള ഒരു വഴിയാണിത്. സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഭീകരസത്വം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഭീമാകാരനായ നീരാളി, അതിന്റെ ഭീമൻ കൈകൾ പ്രകൃതിയുടെ ഓരോ ഭാഗത്തും, ഒരു മല, ഒരു പുഴ, നമ്മുടെ കടൽ, ഒരു കാട്, ഇതിനെയൊക്കെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുകയാണ്. ഈ ഒരു ചിത്രം തന്നെ ആ പ്രശ്നത്തിന്റെ ഭീകരത നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലേ? ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായുള്ള പ്രശ്നമൊന്നുമല്ല, മറിച്ച് വളരെ ആക്റ്റീവായി എല്ലാം നശിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് ഇവിടെ ഇതിനെ കാണിക്കുന്നത്. അപ്പോ ഈ ഒരു നാശത്തിന്റെ പ്രതിധ്വനി അത് നമ്മുടെ കാലത്ത് മാത്രം കേൾക്കുന്ന ഒന്നല്ല. പല സംസ്കാരങ്ങളിലും പഴയ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇതിനെപ്പറ്റി എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. മുരുകൻ കാട്ടാക്കടയുടെ ഈ വരികൾ ശ്രദ്ധിക്കൂ. ദുര നമ്മളിൽ വളർന്നു പുഴ കറുത്തു, ചതി നമ്മളിൽ വളർന്നു മല വെളുത്തു, ഭൂമിക്കുമുണ്ട് പ്രതികാരം, പുഴകൾ മലകൾ. ശരിക്കും നമ്മളെ പിടിച്ചുലയ്ക്കുന്ന വരികളാണിത്, അല്ലേ? നമ്മുടെ ചെയ്തികൾക്കുള്ള പ്രത്യാഘാതങ്ങൾ എത്ര വൈകാരികമായാണിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഭൂമി നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. ഇതുപോലൊരു മുന്നറിയിപ്പ് തന്നെ നമുക്ക് ഖുറാനിലും കാണാം. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനഫലമായി കരയിലും കടലിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു. ഇവിടെയും പറയുന്നത് ഒരേ കാര്യമാണ്, അല്ലേ? പരിസ്ഥിതിയുടെ ഈ തകർച്ചയ്ക്ക് കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. അപ്പോ ഈ നാശത്തിനെല്ലാം പിന്നിലെ യഥാർത്ഥ കാരണമെന്താണ്? നമ്മളിങ്ങനെ പെരുമാറാൻ എന്താണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്? ശരിക്കും പ്രശ്നത്തിന്റെ കാതൽ എവിടെയാണ്? നമ്മുടെ ആവശ്യങ്ങളിലാണോ, അതോ അടങ്ങാത്ത അത്യാഗ്രഹത്തിലാണോ? കാരണം നമ്മുടെ നിലനിൽപ്പിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങളല്ല ഇതിനെല്ലാം കാരണം എന്ന് വ്യക്തമാണ്. അപ്പോ പിന്നെ എന്താണ് ഈ നാശത്തിന്റെ യഥാർത്ഥ ഉറവിടം? ഇവിടെയാണ് മഹാത്മാഗാന്ധിയുടെ ആ പ്രശസ്തമായ വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടത്. ലോകത്ത് എല്ലാവരുടെയും ആവശ്യത്തിനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തിനുള്ളതില്ല. കണ്ടോ, ഇതാണ് പോയിന്റ്. നമ്മുടെ ആവശ്യവും അത്യാഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾക്കപ്പുറം കൂടുതൽ കൂടുതൽ വേണമെന്ന ആ അടങ്ങാത്ത ആഗ്രഹമില്ലേ, അതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോ അത്യാഗ്രഹമാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള പരിഹാരം എന്തായിരിക്കും? ഒരുപക്ഷേ ഈ ഭൂമിയിലെ നമ്മുടെ റോളിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതി തന്നെ മാറ്റേണ്ടിവരും. നമ്മൾ ഈ ഭൂമിയുടെ ഉടമകളാണെന്ന ഭാവം മാറ്റി അതിന്റെ സംരക്ഷകർ മാത്രമാണെന്ന ചിന്തയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതെ, നമ്മൾ ഉടമകളല്ല, വെറും സൂക്ഷിപ്പുകാർ അല്ലെങ്കിൽ സംരക്ഷകർ, ഒരു ട്രസ്റ്റി. എന്താണ് ഒരു ട്രസ്റ്റിയുടെ ജോലി? വിലപ്പെട്ടൊരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി, ഇവിടെയാണെങ്കിൽ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി, ഒരു കേടുപാടും വരുത്താതെ സംരക്ഷിക്കുക. ഈ ഭൂമി നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒന്നാണെന്ന ബോധത്തോടെ പെരുമാറുക. അതാണ് കാര്യം. നോക്കൂ, ഈ വ്യത്യാസം വളരെ വ്യക്തമാണ്. ഒരു ഉടമ എന്തു ചെയ്യും? അയാൾ ചൂഷണം ചെയ്യും, എല്ലാം ഉപയോഗിച്ച് തീർക്കും, നശിപ്പിക്കും. എന്നാൽ ഒരു സംരക്ഷകനോ? അയാൾ സംരക്ഷിക്കും, കരുതലോടെ ഉപയോഗിക്കും, പരിപോഷിപ്പിക്കും. ഈ രണ്ട് മനോഭാവങ്ങളും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ശരി, അപ്പൊ എങ്ങനെയാണ് നമുക്ക് നല്ല സംരക്ഷകർ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരാവാൻ കഴിയുക? വെറുതെ പറഞ്ഞാൽ മതിയോ? പോരാ. അതിന് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് പ്രചോദനം നൽകുന്ന 3 കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ജാഗ്രത. ലോകം നാളെ അവസാനിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലൊരു മരത്തൈയുണ്ടെങ്കിൽ അത് നടണം. എന്തൊരു പോസിറ്റീവ് ചിന്തയാണതല്ലേ? രണ്ടാമത്തേത് മിതത്വം. ഒഴുകുന്ന പുഴയിൽ നിന്നാണ് നിങ്ങൾ വെള്ളമെടുക്കുന്നതെങ്കിൽ പോലും ഒരു തുള്ളി പോലും പാഴാക്കരുത്. എത്രത്തോളം വെള്ളമുണ്ടെന്നല്ല, നമ്മുടെ മനോഭാവമാണ് പ്രധാനം. പിന്നെ മൂന്നാമത്തേത് കാരുണ്യം. നിങ്ങൾ നട്ട ഒരു ചെടിയിൽ നിന്ന് ഒരു പക്ഷി വന്ന് എന്തെങ്കിലും കഴിച്ചാൽ അത് ഒരു പുണ്യപ്രവൃത്തിയായി, ഒരു ദാനമായി കാണണം. മറ്റു ജീവജാലങ്ങളോടുള്ള നമ്മുടെ കടമ. അപ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിലാണ്. ഈ ഭൂമി, അത് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു അമൂല്യനിധിയാണ്. അതിന്റെ സംരക്ഷകർ എന്ന നിലയിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഓർമ്മിക്കപ്പെടുക? നമ്മുടെ കാലം കഴിഞ്ഞു പോകുമ്പോൾ
നമ്മൾ ഈ ഭൂമിയോട് എന്ത് ചെയ്തു എന്നതിന് എന്ത് മറുപടിയാണ് ചരിത്രം രേഖപ്പെടുത്തുക? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ.